ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് പൊടിയും പകുതി മൈദയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈദയിൽ മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതേ രീതിയിലൊന്ന് ഒതുക്കിയെടുത്ത ശേഷം നമ്മുടെ കൈ ഒന്ന് നനച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളോടൊന്ന് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഇനി ഞാൻ 4-5 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. തോലൊക്കെ ചെത്തിയ ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷമാണ് ഞാൻ കുക്കറിലിട്ട് 2 വിസിലൊന്ന് അടിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് കട്ടകളൊന്നും കിടക്കാതെ ഒന്ന് ഉടച്ചെടുക്കാം. ചെറിയ കട്ടകൾ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ വലിയതായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചില്ലി ഫ്ലേക്സിന് പകരം നമുക്ക് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഗരം മസാലയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ മാഗി മസാലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പിസ്സ സീസണിങ് ആണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആ പിസ്സയുടെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മാഗി മസാലയോ അല്ലെങ്കിൽ ചാട്ട് മസാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ കുക്ക് ചെയ്തൊന്നും എടുക്കുന്നില്ല, ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ സവാളയൊക്കെ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ആ ഒരു നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും മസാലയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നെയ്യും ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും ഉണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതേ രീതിയിൽ നമ്മൾ ചൂടാക്കി ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ ഒന്നുകൂടി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ബോൾസ് ആക്കി വെക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മളെല്ലാം ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ കുറേശ്ശെ പൊടി വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ കുറേശ്ശെ ഇട്ട് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോഴേ ഇത് ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. അതേപോലെ ഇതിൻ്റെ നടുക്ക് വശം ഒരുപാട് കനം കുറയാനും പാടില്ല. സൈഡൊക്കെ നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം മസാല വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതേ രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒട്ടി ഇത് സീലായിട്ട് കിട്ടും. ഇനി ഇതുപോലെ അല്ലാതെ നമ്മൾ മസാലയൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റിനും വെള്ളം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താലും മതി. അപ്പോൾ അതാണ്ട് താഴ്വശത്തും ഇതേപോലെ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇതേ രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ ഇത് സീലായിട്ട് കിട്ടും. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല. ഇതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു വശം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇത് ഒട്ടിക്കിട്ടും. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ബ്രഷ് കൊണ്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും വരത്തില്ല. വളരെ കുറച്ചെണ്ണ മാത്രം മതി. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ബ്രഷില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടൺ തുണി എടുത്തിട്ട് എണ്ണയിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇത് മുരിഞ്ഞ് കിട്ടും കേട്ടോ. ആ ഒരു സമയം വരെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ ചെറിയ രീതിയിൽ ഇതൊന്ന് അമർത്തി കൊടുക്കണം. അപ്പം ഈ സൈഡൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരെണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇനി കറികൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ചട്നി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.